നമ്മുടെയൊക്കെ മനസ്സിൽ പ്രണയം എന്നത് കേവലം ഒരു വികാരമല്ല, അതൊരു പ്രതീക്ഷയാണ്, ഒരുമിച്ചുള്ള ജീവിതമാണ്. പക്ഷേ ചില മനുഷ്യർക്ക് പ്രണയം എന്നത് ഒരു ഭ്രാന്തമായിട്ടുള്ള ഉടവസ്ഥാവകാശമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ യാഥാർത്ഥ്യബോധം അപ്രത്യക്ഷമാകുകയും പകരം സ്വന്തം ആഗ്രഹങ്ങൾ മാത്രം സത്യമായി മാറുകയും ചെയ്യും. ആ വഴിയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകനായ കാൾ ടാൻസലർ നടന്നിട്ടുണ്ടായിരുന്നത്. ലോകത്തിന്നേ വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വിചിത്രവും ഭയാനകവും എല്ലാ ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ തകർത്ത ഒരു പ്രണയകഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥയുടെ പശ്ചാത്തലം 1930കളിലെ ഫ്ലോറിഡയിലെ സുന്ദരമായ കീ വെസ്റ്റ് എന്ന ഉഷ്ണമേഖലാ നഗരമാണ്. ഒരു റേഡിയോളജി ടെക്നീഷ്യനും ഒരു സുന്ദരിയായിട്ടുള്ള യുവതിയും തമ്മിലുള്ള കഥയാണിത്. ഇത് കേവലം ഒരു ക്രൈം സ്റ്റോറി ആയിട്ട് മാത്രം കാണരുത്. കാരണം ഇതിൻ്റെ അകത്ത് വിചിത്രമായിട്ടുള്ള വിശ്വാസങ്ങളും ശാസ്ത്രത്തെ വളച്ചൊടിച്ചുള്ള പരീക്ഷണങ്ങളും മരണാനന്തരമുള്ള ലൈംഗിക ചൂഷണവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാൾ ടാൻസലർ എന്ന ഈ മനുഷ്യൻ തന്റെ പ്രണയിനി മരിച്ചപ്പോൾ എടുത്ത തീരുമാനങ്ങൾ അതൊരു ശവക്കുഴി കവർച്ചയിൽ തുടങ്ങി എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് 7 വർഷം നീണ്ട ഭീകരമായിട്ടുള്ള സഹവാസത്തിലാണ് എത്തിച്ചേർന്നത്. ഈ കഥയുടെ ഓരോ പാളിയും മാറ്റി പ്രണയവും ഭ്രമവും തമ്മിലുള്ള നേർത്ത അതിർവരമ്പ് എങ്ങനെയാണ് ഇവിടെ തകർക്കപ്പെട്ടത് എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. നമ്മുടെ കഥാനായകൻ കാൾ ടാൻസലർ വർഷം 1877 ജർമ്മനിയിലെ ഡ്രസ്ഡനിലാണ് ജനിച്ചത്. ഇദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല കേട്ടോ. ടാൻസലർ ജീവിതകാലം മുഴുവൻ ഒരു വിചിത്ര സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തെ പോലെയായിരുന്നു. നമുക്ക് ചുറ്റും അങ്ങനെ പലരെയും കാണാൻ സാധിക്കുമല്ലേ. അതായത് താൻ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുവെന്നും ഒരു ദ്വീപ് സ്വന്തമാക്കിയെന്നും കപ്പൽ നിർമ്മാതാവാണെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുകയാണ്. അദ്ദേഹം സ്വയം ഒരു യൂറോപ്യൻ പ്രഭുവായിട്ട് ചിത്രീകരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പേര് മാറ്റി കൗണ്ട് വോൺ കോസൽ എന്ന പേരൊക്കെയായിരുന്നു മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കേവലം ഭാവനകളും കെട്ടുകഥകളും മാത്രമായിരുന്നുവെങ്കിലും കീ വെസ്റ്റിലെ ആളുകൾക്ക് മുമ്പിൽ അദ്ദേഹം ഈ കഥാപാത്രത്തെ വിജയകരമായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ്. ടാൻസലറുടെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്ന ഒരു ആഴമായിട്ടുള്ള വിശ്വാസമുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ തന്റെ ഒരു പൂർവികയുടെ ആത്മാവ് സ്വപ്നത്തിൽ വന്ന് തന്നെ കാണാറുണ്ടായിരുന്നുവെന്നും ആ ഒരു ആത്മാവ് തന്റെ വിധിയിൽ തന്നെ കാത്തിരിക്കുന്ന യഥാർത്ഥ പ്രണയിനിയുടെ മുഖം തന്റെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തുവെന്നും ടാൻസലർ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഒക്കെ പറയാറുണ്ടായിരുന്നു. അത് കറുത്ത മുടിയുള്ള അതീവ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയുടെ മുഖമായിരുന്നു. ഈ അതീന്ദ്രിയമായിട്ടുള്ള ചിന്താഗതി ടാൻസലറെ ഒരിക്കലും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ സ്വപ്നത്തിൽ പല കാഴ്ചകൾ നമ്മൾ എല്ലാ ദിവസവും കാണാറുണ്ടല്ലോ. നമുക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മളത് വിട്ടുകളയാറുമുണ്ട്, അല്ലെങ്കിൽ കാര്യമായിട്ട് ഓർത്തിരിക്കാറുമില്ല. പക്ഷേ ടാൻസലർ ഈ സ്ത്രീയുമായിട്ട് താൻ ഒരു നാൾ ഒന്നിക്കുമെന്ന് ജീവിതകാലം മുഴുവൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ടാൻസലർക്ക് ഭാര്യയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. എങ്കിലും 1927 അദ്ദേഹം കുടുംബത്തെ ഉപേക്ഷിച്ച് ഫ്ലോറിഡയിലേക്ക് കുടിയേറുകയാണ്. അവിടെ കീ വെസ്റ്റിലെ US മറൈൻ ഹോസ്പിറ്റലിൽ റേഡിയോളജി ടെക്നീഷ്യനായിട്ട് ജോലിക്ക് കയറുകയാണ്. ഈ ഏകാന്ത ജീവിതം തുടരുന്നതിൻ്റെ ഇടയിലാണ് വർഷം 1930 ഏപ്രിൽ 22 ആ നിർണായകമായിട്ടുള്ള ദിവസം വരുന്നത്. അന്നാണ് തന്റെ സ്വപ്നത്തിൽ കണ്ട സ്ത്രീയെ അദ്ദേഹം നേരിട്ട് കണ്ടുമുട്ടുന്നത്. ആശുപത്രിയിലെത്തിയ മരിയ എലീന മിലാഗ്രോ ഡി ഹോയോസ് എന്ന 21 വയസ്സുള്ള ക്യൂബൻ വംശജയെ കണ്ട മാത്രയിൽ തന്നെ ടാൻസലർക്ക് തന്റെ കുട്ടിക്കാലത്തെ പ്രവചനം സത്യമാണെന്ന് ബോധ്യമാകുകയാണ്. എലീനയുടെ സൗന്ദര്യം കീ വെസ്റ്റിൽ വളരെ പ്രശസ്തമായിരുന്നു. എന്നാൽ ആ സൗന്ദര്യത്തിന് പിന്നിൽ വലിയൊരു ദുരന്തം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ഒരു 21 വയസ്സുള്ള പെൺകുട്ടിക്ക് കടുത്ത ക്ഷയരോഗം അഥവാ ട്യൂബർക്ലോസിസ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് ക്ഷയരോഗം എന്ന് പറയുന്നത് ഒരു മരണവിധി പോലെയായിരുന്നു. കാര്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അല്ലേ. എത്രയോ വർഷം മുമ്പാണ്, 100 വർഷം മുമ്പാണ്. അപ്പോൾ എലീനയുടെ കുടുംബത്തിൽ തന്നെ പലരും ഈ രോഗം മൂലം മരിച്ചിട്ടുണ്ട്. കടുത്ത വേദനയും ചുമച്ച് രക്തം തുപ്പിയുള്ള ദുരിതമായിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം പുറമെ വിവാഹിതയായിരുന്ന അവൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരവസ്ഥയിലുമായിരുന്നു. ടാൻസലറെ സംബന്ധിച്ചിടത്തോളം എലീനയെ രക്ഷിക്കുന്നത് തന്റെ വിധി പൂർത്തിയാക്കാനുള്ള ഒരു വഴിയായിരുന്നു. 53 വയസ്സുണ്ടായിരുന്ന ടാൻസലർ 30 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും അവളെ രക്ഷിക്കാൻ തന്റെ കഴിവിന്റെ പരമാവധി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ടാൻസലർ ഒരു ഡോക്ടറല്ല, മറിച്ച് ഒരു റേഡിയോളജി ടെക്നീഷ്യൻ മാത്രമായിരുന്നല്ലേ. ഒരു ഡോക്ടർ അല്ലാതിരുന്നിട്ടും അദ്ദേഹം എക്സ്റേ യന്ത്രങ്ങളും വൈദ്യുത ഉപകരണങ്ങളും ഉപയോഗിച്ച് അവളുടെ വീട്ടിൽ പോയി ചികിത്സ നൽകുകയാണ്. മാത്രമല്ല പലതരം കഷായങ്ങളും രഹസ്യ മരുന്നുകളും എല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതൊരു തരം ശാസ്ത്രവും അന്ധവിശ്വാസവും കലർന്ന വികലമായിട്ടുള്ള ചികിത്സാ രീതിയായിരുന്നു. ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ടാൻസലർ തന്റെ സ്വന്തം സമ്പാദ്യം പോലും ഉപയോഗിക്കുകയാണ്. സഹായങ്ങൾ മാത്രമായിരുന്നില്ല, ഈ സഹായങ്ങൾ ചെയ്യുന്നതിനപ്പുറം ടാൻസലർ എലീനയ്ക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും പൂക്കളും എല്ലാം നൽകുകയാണ്. അവളെ നിരന്തരം തന്റെ അനശ്വരമായിട്ടുള്ള പ്രണയം അറിയിക്കുകയാണ്. എന്നാൽ എലീന ഒരിക്കലും ഈ പ്രണയം തിരിച്ചു നൽകിയില്ല. അവൾ ഇദ്ദേഹം ചെയ്യുന്ന സഹായങ്ങളോട് അത്രത്തോളം നന്ദിയുള്ളവൾ തന്നെയായിരുന്നു. പക്ഷേ ടാൻസലറിന്റെ റൊമാൻറ്റിക് നീക്കങ്ങളെ അവൾ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. എലീനയുടെ കുടുംബം കരുതിയത് ടാൻസലർ ഒരു നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള ആശുപത്രി ജീവനക്കാരനാണ് എന്നുള്ളതാണ്. പക്ഷേ ടാൻസലർ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. ടാൻസലറുടെ തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും വർഷം 1931 ഒക്ടോബർ 25 എലീന ക്ഷയരോഗം മൂലം മരിക്കുകയാണ്. വെറും 22 വയസ്സ് മാത്രമേ അവൾക്കപ്പോൾ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ സംഭവത്തോടെ ടാൻസലർ മാനസികമായിട്ട് തളർന്നു പോവുകയാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണെന്ന് അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുണ്ടായിരുന്നു. ദുഃഖത്തിലായിരുന്ന എലീനയുടെ കുടുംബം ടാൻസലറുടെ തീവ്രമായിട്ടുള്ള ഭക്തിയിൽ മനംനൊന്ത് ശവസംസ്കാരത്തിന്റെ എല്ലാ ചുമതലകളും ഒടുവിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ആ അവസരം തന്റെ ഭ്രാന്തമായിട്ടുള്ള ലക്ഷ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം കീ വെസ്റ്റിലെ സെമിത്തേരിയിൽ എലീനയ്ക്കായിട്ട് ഒരു വലിയ മൗസോളിയം, അതായത് ഒരു കല്ലറ നിർമ്മിക്കുകയാണ്. മാത്രമല്ല അവളുടെ ശരീരം ദ്രവിക്കരുത് എന്ന് ഇദ്ദേഹം
അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഫോർമാൽഡിഹൈഡ് ടാങ്കോട് കൂടി ഒരു പ്രത്യേക ശവപ്പെട്ടിയും അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയാണ്. എലീനയുടെ ഇഷ്ടവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പ്രത്യേക സംഗീതം, എല്ലാ കാര്യങ്ങളും ടാൻസ്ലർ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു കുടുംബാംഗമല്ലാത്ത ഒരാൾ ഇത്രയും തീവ്രമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അസാധാരണമായിരുന്നു ആ കാലത്തല്ലേ. പക്ഷേ ഈ തീവ്ര ഭക്തിയുടെ മറവിൽ ടാൻസ്ലർ ഒരു രഹസ്യ നീക്കം നടത്തുകയാണ്. ശവപ്പെട്ടി അടയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം എലീനയുടെ മുഖത്തിൻ്റെ പ്ലാസ്റ്റർ കാസ്റ്റ്, അതായത് ഡെത്ത് മാസ്ക് എന്ന് പറയുമല്ലേ, അത് രഹസ്യമായിട്ട് എടുത്തുകൊണ്ട് പോരുകയാണ്. എലീനയെ അടക്കിയതിനു ശേഷവും ടാൻസ്ലറുടെ ഭ്രാന്ത് അവസാനിച്ചില്ല, അത് വർദ്ധിക്കുകയായിരുന്നു. അടുത്ത 2 വർഷത്തോളം അദ്ദേഹം ഓരോ രാത്രിയും ഈ മൗസോളിയം അഥവാ കല്ലറ സെമിത്തേരി സന്ദർശിക്കുകയാണ്. അവിടെ മണിക്കൂറുകളോളം ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് ഉറക്കെ സ്പാനിഷ് പ്രണയഗാനങ്ങൾ പാടുകയാണ്. അയൽക്കാർക്ക് പോലും ഈ പാട്ടുകൾ കേൾക്കാമായിരുന്നു. എലീനയുടെ ആത്മാവ് തന്നോട് സംസാരിക്കുന്നുണ്ടെന്നും ഈ തണുത്ത ശവകുടീരത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പാരമ്യം എന്നോണം എലീനയുടെ ആത്മാവുമായിട്ട് സംസാരിക്കാൻ വീട്ടിൽ നിന്ന് മൗസോളിയത്തിലേക്ക് അദ്ദേഹം ഒരു ടെലിഫോൺ ലൈൻ പോലും സ്ഥാപിക്കുകയാണ്. ഈ ഭ്രാന്തമായിട്ടുള്ള ദിനചര്യ ടാൻസ്ലർക്ക് എലീനയെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവായിരുന്നു. ഒടുവിൽ വർഷം 1933 ഏപ്രിൽ, അതായത് എലീനയുടെ മരണം നടന്ന് ഏകദേശം 1.5 വർഷം കഴിയുമ്പോൾ ടാൻസ്ലർ തൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ച ആ ഭ്രാന്തൻ ചിന്തയ്ക്ക് അന്ത്യം കുറിക്കുകയാണ്. അദ്ദേഹം എലീനയുടെ ശവശരീരം മോഷ്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ ശരീരം അപ്പോഴേക്കും ദ്രവിച്ചു തുടങ്ങിയിരുന്നു. ഫോർമാൽഡിഹൈഡ് കലത്തിക്കൊണ്ടാണ് ഇത്രയും കാലം നിലനിന്നിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ അത് ദ്രവിച്ച ശരീരമാണെന്നോ അസ്ഥികൂടമാണെന്നോ എന്നുള്ള ചിന്തയൊന്നും ടാൻസ്ലറുടെ ഭ്രാന്തിന് ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നേയില്ല. ആ രാത്രിയിൽ ആരും ശ്രദ്ധിക്കാനില്ലാത്തതൊക്കെ നോക്കി അദ്ദേഹം സെമിത്തേരിയിൽ എത്തുകയാണ്. സ്വന്തമായിട്ട് പണിത കല്ലറയുടെ താക്കോൽ ഉപയോഗിച്ച് അദ്ദേഹം അതിൻ്റെ വാതിൽ തുറക്കുകയാണ്. ഇരുട്ടിൽ അദ്ദേഹം എലീനയുടെ ശവപ്പെട്ടി വലിച്ചു തുറക്കുകയാണ്. ജീർണിച്ചു തുടങ്ങിയ എലീനയുടെ ശരീരം പുറത്തെടുത്ത് ആ ശരീരം കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് ഒരു കുട്ടിയുടെ ചെറിയ കളിപ്പാട്ട വണ്ടിയായിരുന്നു. ആ വണ്ടിയിൽ എലീനയുടെ അവശിഷ്ടങ്ങൾ വെച്ച് ടാൻസ്ലർ നിശബ്ദമായിട്ടുള്ള സെമിത്തേരിയുടെ പുറത്തേക്ക് അത് പതുക്കെ തള്ളി നീക്കുകയാണ്. ആ ഭീകരമായ പ്രവൃത്തി ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താനൊരു കവർച്ചക്കാരനല്ല, മറിച്ച് എലീനയുടെ ആത്മാവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു രക്ഷകനാണ് എന്നുള്ളതാണ്. തൻ്റെ വികലമായിട്ടുള്ള യുക്തിയിൽ കല്ലറയിൽ നിന്ന് എലീനയെ രക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ശരിക്കും ടാൻസ്ലർ ചെയ്തത് എന്താണ്? ശവക്കുഴി കവർച്ചയും ശവശരീരത്തെ അപമാനിക്കലും തന്നെയായിരുന്നു. എല്ലാ ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ തകർക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്. എലീനയുടെ ശരീരം വീട്ടിലെത്തിയതോടെ ടാൻസ്ലർ തൻ്റെ ഭ്രാന്തമായിട്ടുള്ള പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. 1.5 വർഷത്തെ മണ്ണിലെ വാസം കാരണം ശരീരം ആകെ ദ്രവിച്ചു പോയിരുന്നു. ചർമ്മം നശിച്ചു, മുടി കൊഴിഞ്ഞു, എല്ലുകൾ ദുർബലമായി. എങ്കിലും ടാൻസ്ലർക്ക് അവളുടെ ശരീരം ജീവനുള്ള ഒരു സ്ത്രീയെപ്പോലെ തന്നെയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ റേഡിയോളജി പരിജ്ഞാനവും വിചിത്രമായിട്ടുള്ള ഭാവനകളും ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഈ ബോഡി റീകൺസ്ട്രക്ട് ചെയ്യണമല്ലോ, അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? ഒന്ന്, കോപ്പർ വയറുകൾ ഉപയോഗിച്ച് അവളുടെ എല്ലുകളൊക്കെ ബന്ധിപ്പിക്കുകയാണ്. അതായത് അവളുടെ ദുർബലമായിട്ടുള്ള അസ്ഥികൂടം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പിയാനോ കമ്പികളും കോട്ട് ഹാങ്ങർ കമ്പികളും ഉപയോഗിച്ച് എല്ലാ സന്ധികളെയും ബന്ധിപ്പിക്കുകയാണ്. 2 ഗ്ലാസ് കണ്ണുകളാണ്. ദ്രവിച്ച കണ്ണുകൾക്ക് പകരം ഗ്ലാസ് കണ്ണുകൾ സ്ഥാപിക്കുകയാണ്. 3 കൃത്രിമ ചർമ്മമാണ്. അവളുടെ നശിച്ച ചർമ്മത്തിന് പകരം മെഴുകും പ്ലാസ്റ്ററും ചേർത്ത് സിൽക്ക് തുണികൾ ഉപയോഗിച്ച് ഒരു പുതിയ ചർമ്മം ഉണ്ടാക്കുകയാണ്. അതിൽ ചായം പൂശി ജീവനുള്ള ഒരു രൂപത്തെ പോലെ ആക്കി മാറ്റുകയാണ്. അടുത്തത് വിഗാണ്. എലീനയുടെ മുടി ഉപയോഗിച്ച് അദ്ദേഹം ഒരു പുതിയ വിഗ് ഉണ്ടാക്കിയിട്ട് തലയിൽ വെക്കുകയാണ്. മറ്റൊരു കാര്യം ചെയ്തെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ദ്രവിച്ച ഒരു ശവശരീരമാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ദുർഗന്ധം ഉണ്ടാകുമല്ലേ. അപ്പോൾ ഈ രൂക്ഷഗന്ധം മറയ്ക്കാൻ അദ്ദേഹം നിരന്തരമായിട്ട് വളരെ ശക്തി കൂടിയ സുഗന്ധദ്രവ്യങ്ങളും ഫോർമാൽഡിഹൈഡും മറ്റ് രാസവസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആഴ്ചകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ടാൻസ്ലർ എലീനയുടെ ശവശരീരം ഒരു വധുവിനെ പോലെ അണിയിച്ചൊരുക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, ആഭരണങ്ങൾ അണിയിച്ചു. എന്നിട്ട് തൻ്റെ വീട്ടിലെ കട്ടിൽ അവളെ കിടത്തുകയാണ്. വർഷം 1933 മുതൽ 1940 വരെ, അതായത് 7 വർഷം അദ്ദേഹം ആ ശവശരീരത്തോടൊപ്പം ഒരുമിച്ച് താമസിക്കുകയാണ്. ഈ 7 വർഷവും ടാൻസ്ലർ നമ്മുടെയൊക്കെ ഒരു പേടി സ്വപ്നം പോലെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ദിവസവും ആ എലീനയുടെ ശവശരീരത്തോട് സംസാരിക്കുകയാണ്. രാത്രിയിൽ അവളോടൊപ്പം ചേർന്ന് കിടന്നുറങ്ങുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് ഒരു മൃതദേഹമാണ്, ഇത്രയും വർഷം പഴയ മൃതദേഹമാണ്, 7 വർഷത്തോളം കൂടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൃതദേഹവുമായിട്ട് ടാൻസ്ലർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. പിന്നീട് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ സർജൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലൈംഗിക ബന്ധം സുഖമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈ മൃതദേഹത്തിൻ്റെ രഹസ്യഭാഗത്ത് ഒരു ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. എന്തായാലും അയൽക്കാർ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ മൊത്തത്തിൽ ഭീകരമായിരുന്നു. ടാൻസ്ലർ സ്ഥിരമായിട്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങളും ലിറ്റർ കണക്കിന് സുഗന്ധദ്രവ്യങ്ങളും വാങ്ങുന്നത് അവർ കാണുകയാണ്. രാത്രികാലങ്ങളിൽ വീട്ടിൽ നിന്ന് വിചിത്രമായിട്ടുള്ള സംഗീതം കേൾക്കുകയാണ്. അദ്ദേഹം ഓർഗൻ വായിക്കുകയാണ്, അവളുടെ ഇഷ്ടഗാനങ്ങൾ ആലപിക്കുകയാണ്. ചില അയൽക്കാർ ജനലിലൂടെ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയാവോ? അദ്ദേഹം ഒരു വലിയ മനുഷ്യരൂപമുള്ളൊരു പാവയോടൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിൻ്റെ നിഴലിങ്ങനെ കാണാൻ പറ്റുമല്ലോ ജനലിലൂടെ. പക്ഷേ അത് പാവയല്ലായിരുന്നു, ശരിക്കും എന്തായിരുന്നു? എലീനയുടെ ശവശരീരമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഭ്രാന്തമായിട്ടുള്ള
ഒരു ശവശരീരത്തോടൊപ്പം 7 വർഷമാണ് അദ്ദേഹം ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ടാൻസ്ലറുടെ ഭ്രമം അവിടെയും അവസാനിച്ചില്ല. എലീനയെ യഥാർത്ഥത്തിൽ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് അദ്ദേഹം ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ തുടരുകയാണ്. ശരീരത്തിൽ വൈദ്യുതി ഷോക്കുകൾ നൽകുകയാണ്, റേഡിയേഷൻ ചികിത്സകൾ നൽകുകയാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു എയർഷിപ്പ് നിർമ്മിച്ച് എലീനെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയിട്ട് കോസ്മിക് വികിരണം ഏൽപ്പിച്ച് പുനരുജ്ജീവിപ്പിക്കാൻ പോലും അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ടാൻസ്ലർ തൻ്റെ ഭ്രാന്തമായിട്ടുള്ള ലോകത്ത് ജീവിക്കുകയാണ്. എലീന പോയെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിഞ്ഞില്ല. എലീനയുടെ ശവശരീരത്തെ തൻ്റെ സ്വന്തം വധുവായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. അയൽക്കാർക്കും നാട്ടുകാർക്കും സംശയം തോന്നിയെങ്കിലും ടാൻസ്ലറുടെ വിചിത്ര സ്വഭാവം കാരണം ആരും കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല, ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥിരമായിട്ട് കല്ലറ സന്ദർശിച്ചുകൊണ്ടിരുന്ന ടാൻസ്ലർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിർത്തുകയും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നതുമെല്ലാം പതിയെ സംശയങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. അങ്ങനെയിരിക്കെ 7 വർഷം കഴിഞ്ഞപ്പോൾ, വർഷം 1940കളുടെ തുടക്കത്തിൽ എലീനയുടെ മൂത്ത സഹോദരിയായിട്ടുള്ള ഫ്ലോറിൻ ഡെ ഹോയോസിന് ശക്തമായിട്ടുള്ള ചില സംശയങ്ങൾ തോന്നുകയാണ്. അതായത് ടാൻസ്ലറുടെ വിചിത്ര സ്വഭാവത്തെ പറ്റിയിട്ട് പല നാട്ടുകാരും കിംവദന്തികളൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഈ ഫ്ലോറിൻ ഡേയും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംശയം തീർക്കാനായിട്ട് അവർ നേരെ ടാൻസ്ലറുടെ വീട്ടിലേക്ക് എത്തി ചോദ്യം ചെയ്യുകയാണ്. ടാൻസ്ലർ ആകട്ടെ യാതൊരു മടിയും കൂടാതെ, ഒട്ടും തന്നെ നിഷേധിക്കാതെ സന്തോഷത്തോടെ ഫ്ലോറിൻ ഡേ അകത്തേക്ക് ക്ഷണിച്ച് കട്ടിലിൽ കിടക്കുന്ന എലീനയുടെ പുനർനിർമ്മിച്ച ശവശരീരം കാണിച്ചു കൊടുക്കുകയാണ്. ആ കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ത്രീ തൻ്റെ സഹോദരി മരിച്ച് മറവ് ചെയ്തുവല്ലേ 7 വർഷത്തിനപ്പുറം ജീർണിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി പുനർനിർമ്മിച്ച ഒരു ശവശരീരം കട്ടിലേക്ക് കിടക്കുന്ന കാണുകയായിരുന്നു. ഹൃദയം നിലച്ചു പോകുന്ന അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഫ്ലോറിൻ ഡേയെ സംബന്ധിച്ച്. ആ ഒരു കാഴ്ച കണ്ട് അവിടുന്ന് അലറിപ്പുറത്തേക്ക് ഓടിയ ഫ്ലോറിൻ ഡേ നേരെ പോയിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് എത്തി ടാൻസ്ലറെ അറസ്റ്റ് ചെയ്യുകയാണ്. ശവക്കുഴി കവർച്ച, അനുമതിയില്ലാതെ ശരീരം നീക്കം ചെയ്യൽ എന്നീ കുറ്റങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മേലെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള സത്യം ഒളിഞ്ഞിരിക്കുന്നത്. വിചാരണ സമയത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചോദ്യം എന്തെന്നാൽ ടാൻസ്ലർ ശവശരീരത്തെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് ശവരതി, നെക്രോഫീലിക് എന്നൊക്കെ പറയുമല്ലേ, ആ സമയത്ത് അതായത് 1940കളിൽ ഡോക്ടർമാർ ഞെട്ടിക്കുന്ന സത്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊരു പക്ഷേ എലീനയുടെ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയോ ഒക്കെ ആകാം. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം വർഷം 1972 എലീനയുടെ ശരീരം പരിശോധിച്ച 2 ഡോക്ടർമാരും ആ സത്യം വെളിപ്പെടുത്തുകയാണ്. ടാൻസ്ലർ എലീനയുടെ ശവശരീരവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. മാത്രമല്ല അതിന് സുഖമായിട്ട് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ആ ഒരു മൃതദേഹത്തിൻ്റെ രഹസ്യഭാഗങ്ങളിൽ ട്യൂബുകൾ പോലും ഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പ്രവൃത്തികൾ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് ടാൻസ്ലറുടെ ഈ പ്രവൃത്തി ഭക്തിയായിരുന്നില്ല, മറിച്ച് കടുത്തതും വികലവുമായിട്ടുള്ള ലൈംഗിക ചൂഷണമാണെന്ന് തെളിയുകയാണ്. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ പത്രങ്ങൾ എലീനയെ ശവശരീരവധു എന്ന് വിളിച്ച് വലിയ പ്രചാരണം നൽകുകയാണ്. പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ നിയമം ഇവിടെ പരാജയപ്പെടുകയാണ്. എലീന മരിച്ച് 7 വർഷങ്ങൾ കഴിഞ്ഞതിനാൽ കേസിലുള്ള നിയമപരമായിട്ടുള്ള സമയപരിധി തീർത്തും അവസാനിച്ചിരുന്നു. നിയമപരമായിട്ടുള്ള സാങ്കേതികത്വത്തിന്റെ പേരിൽ കാൾ ടാൻസ്ലറെ കോടതി വെറുതെ വിടുകയാണ്. ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാതെ പുറത്തു വന്നത് ജനങ്ങളിൽ വലിയ ഞെട്ടലുണ്ടാക്കുകയാണ്. പക്ഷേ നിയമപരമായിട്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ധാർമ്മികമായിട്ട് അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിരുന്നു, ഏറ്റവും വലിയ പാപമായിരുന്നു. ഈ നിയമപരമായിട്ടുള്ള നടപടികളെല്ലാം അവസാനിച്ചതിന് ശേഷം അധികൃതർ ഒരു തീരുമാനമെടുക്കുകയാണ്. അതായത് ടാൻസ്ലർ ഇനി ഒരിക്കലും എലീനയുടെ മൃതദേഹത്തിൻ്റെ അടുക്കലെത്തരുത്. അതിനുവേണ്ടി അവരെന്താണ് ചെയ്തത്? വളരെ രഹസ്യമായിട്ട് ഒരു തരത്തിലുള്ള അടയാളങ്ങളുമില്ലാതെ ഒരു കുഴിമാടമുണ്ടാക്കി അതിൻ്റെ അകത്ത് എലീനയെ അടക്കം ചെയ്യുകയാണ്. അവൾക്ക് വീണ്ടും ഒരു തരത്തിലുമുള്ള ശല്യം ഉണ്ടാക്കാതിരിക്കാനായിരുന്നു ഈ ഒരു നീക്കം. ടാൻസ്ലർ വർഷം 1944 കീ വെസ്റ്റ് വിടുകയാണ്. എലീനയുടെ യഥാർത്ഥ ശരീരം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം എടുത്തു വെച്ച ഡെത്ത് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ വലിപ്പത്തിലുള്ള ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു പാവം ഉണ്ടാക്കുകയാണ്. ഈ പ്രതിമയാണ് അദ്ദേഹം തൻ്റെ യഥാർത്ഥ കൂട്ടുകാരിയായിട്ട് പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത്. അയൽക്കാർ ഈ പ്രതിമയെ കണ്ടിട്ട് ടാൻസ്ലർ ഒരു പുതിയ സ്ത്രീയുമായിട്ട് ബന്ധത്തിലാണെന്ന് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. 1952 ജൂലൈ 3 75-ാം വയസ്സിൽ കാൾ ടാൻസ്ലർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരണപ്പെടുകയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ എലീനയുടെ പ്രതിമ അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് കാണാമായിരുന്നു. മരണം വരെ അദ്ദേഹം ആ ഒരു ഭ്രാന്തമായിട്ടുള്ള, ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും കേസായി ഇത്രയും പ്രശ്നങ്ങളായി എന്നിരുന്നാൽ പോലും മരണത്തിന് തൊട്ടു മുമ്പ് വരെ പോലും ഈ ഭ്രാന്തമായിട്ടുള്ള ആ ഒരു ഭ്രമമുണ്ടല്ലോ അദ്ദേഹം മുറുക്കെ പിടിച്ചിരുന്നു. കാൾ ടാൻസ്ലറുടെ ഈ കഥ പ്രണയം എന്ന മനോഹരമായിട്ടുള്ള വികാരം എങ്ങനെയാണ് ഭ്രാന്തും ഉടമസ്ഥാവകാശവും കലർന്ന അതിക്രൂരമായിട്ടുള്ള ഒന്നായി മാറുന്നതെന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ പ്രണവ് മോഹൻലാൽ നായകനായിട്ടുള്ള DS ഇറയിൽ പോലും ഇങ്ങനത്തെ ഒരു ചെറിയ ഇതിവൃത്തം നമുക്ക് കാണാൻ സാധിക്കുമല്ലേ. യഥാർത്ഥ പ്രണയം എന്നുള്ളത് മറ്റൊരാളുടെ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നതാണ്. ടാൻസ്ലർ ചെയ്താകട്ടെ അവളുടെ ശരീരത്തെ തൻ്റെ ഇഷ്ടത്തിനായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ട കോണുകളെക്കുറിച്ചുള്ള ഒരു ഭീകരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. ഇത്രയും വിചിത്രമായിട്ടുള്ള ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വല്ല മറ്റ് സ്റ്റോറികൾ വേണമെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.